വീണ്ടും റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി. ശുശ്രൂഷകൾ വളരെ സന്തോഷത്തോടെ നിങ്ങൾ സ്വീകരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഒരു സബ്ജക്റ്റ്, ഒരു കോമൺ സബ്ജക്റ്റാണ്. പണം നാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഹൗ ടു മാനേജ് ദ മണി. അത് മോട്ടിവേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. എനിക്ക് അതേക്കുറിച്ച് ഒത്തിരി സാമ്പത്തിക ശാസ്ത്രങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. അനുഭവങ്ങളിൽ ഒരു ഡിവൈൻ അണ്ടറിൽ, അതായത് ഒരു ആത്മീയ കണ്ണോടെ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു സന്ദേശമാണ് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നത്. ഏറെക്കുറെ വേദപുസ്തകത്തിലൊരു വാക്കുണ്ട്, നീ വായ്പ വാങ്ങത്തില്ല, കൊടുക്കാൻ ഞാൻ നിനക്ക് സമൃദ്ധി തരും. അതായത് യു ഷാൾ നോട്ട് ബോറോ ഫ്രം എനിവൺ ബട്ട് ഐ ഗിവ് യു ദ സ്ട്രെങ്ത് ടു ലെൻഡ് ടു ദ നേഷൻ. രാജ്യങ്ങൾ കൊടുക്കാൻ. അപ്പോൾ ദൈവസഭയ്ക്ക് നന്മകൾ വേണം. പക്ഷെ ആദ്യം ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്, അത് ഏത് വ്യക്തിയാണെങ്കിലും ഒരു സാമ്പത്തിക അച്ചടക്കം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഏത് വിഷയത്തിനും അച്ചടക്കം വേണം. ഇങ്ങനെ പറയും ഡിസിപ്ലിൻ. അല്ലാതെ ചിലർ ചോദിക്കാൻ പറയൂ, എൻ്റെ ഭാഷയെ ഞാനത് വരുന്നു പോകുന്നു, ഞാൻ ചിലവാക്കുന്നു, എനിക്കൊന്നും അറിയത്തില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ബാധ്യതകൾ വരാൻ സാഹചര്യമുണ്ട്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ കുറെ കൂടെ കഴിയുമ്പോൾ വലിയ പ്രതിസന്ധി വരാൻ കാരണമാകും. കാരണം നിയന്ത്രണങ്ങളില്ല, വരുന്നതും പോകുന്നവരും അറിയുന്നില്ല. അപ്പം സാമ്പത്തിക അച്ചടക്കത്തിൽ ഏറ്റവും ആദ്യം വേണ്ടത് വരവ് ചെലവുകളെ കുറിച്ചുള്ള ബോധമാണ്. എന്തു വരുന്നു, എന്ത് ചെലവാക്കും, എന്തു വരുന്നു എന്നറിഞ്ഞ ഇൻകം നിങ്ങൾ അറിഞ്ഞെങ്കിൽ എക്സ്പെൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇൻകം അറിയണം. എന്ത് നിങ്ങൾ എക്സ്പെൻസ് ചെയ്യുന്നു, വരവിൽ കൂടുതൽ നിങ്ങൾക്ക് ചിലവാക്കാനൊക്കത്തില്ല. അതിനൊക്കെ പ്രത്യേകതരമായ ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ധാരാളം അതിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ സാമ്പത്തികമായി പറയുകയാണ്. ദൈവ പൈതലിൽ യേശു പറയുന്ന ഒരു വാക്കുണ്ട്, അനീതിയുള്ള മാമോനിൽ നിങ്ങൾ വിശ്വസ്തരായില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പണം പലപ്പോഴും ചതിക്കുന്നു. അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ അപകടമാണ്. നമുക്കറിയാം, വീട്ടിൽ നാം ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് ആവശ്യം. പക്ഷെ അപകടം അവിടെ പതുങ്ങിയിരിപ്പുണ്ട്, സൂക്ഷിച്ച് കൈകാര്യം. ഇലക്ട്രിസിറ്റി നമുക്ക് ആവശ്യമാണ്, അപകടം പതുങ്ങിയിരിപ്പുണ്ടെന്ന് കൈകാര്യം ചെയ്ത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമായതുകൊണ്ട് ഇത് വേണ്ടാന്നൊരു ചിന്ത. പഴയ ആൾക്കാർ അവരുടെ അജ്ഞത കൊണ്ട് പറഞ്ഞത് വേണ്ട. അങ്ങനെയല്ല. ഇന്ന് ഗ്യാസ് അപകടമാണ്, ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കാതിരിക്കുന്നുണ്ട്. ഇന്ന് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഷോക്ക് വരാം, അല്ലെങ്കിൽ എർത്ത് വരാം, അല്ലെങ്കിൽ പ്രത്യേക ചില ഇത് വരാമെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാതിരിക്കുന്നുണ്ട്. അതാണ് പണത്തെയും കർത്താവ് പറഞ്ഞ ധനത്തിൻ്റെ വഞ്ചനയുണ്ട്. നമ്മളത് വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. ധനത്തിൻ്റെ വഞ്ചന ഉള്ളത് കൊണ്ട് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്ന പഠിക്കണം. വരവ് ചെലവുകളെ കുറിച്ച് ബോധ്യമാണ്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇത് നല്ലൊരു ബന്ധമാണ്. ഈ ഒരു വിഷയത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ധാരാളിത്തമുള്ളൊരു ഭർത്താവാണെങ്കിൽ അവിടെ നിയന്ത്രിക്കുന്ന ഒരു ഭാര്യ ആവശ്യമാണ്. ധാരാളിത്തമുള്ളൊരു ഭാര്യയാണെങ്കിൽ അവിടെ ഒന്ന് നിയന്ത്രിക്കുന്ന ഒരു ഭർത്താവ് ആവശ്യമാണ്. ഇത് രണ്ടും ഒരുപോലെ ആണെങ്കിൽ വലിയ പാടാണ്. അവിടെ അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരാൾ, രണ്ടുപേരും കൂടി ഇരുന്ന് വിശകലനം ചെയ്യും. രണ്ടുപേരും കൂടെ ഉള്ളപ്പോഴാണ് ഒന്നിച്ചു പോകാൻ കഴിയത്തുള്ളൂ, ഒരേ വഴിയിൽ സന്തോഷത്തോടെ. അപ്പോൾ ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുക. പക്ഷേ നമുക്ക് ഇങ്ങനെയൊക്കെ പ്ലാനുകളുണ്ട്, ഇന്നമുണ്ട്, നമ്മുടെ കയ്യിൽ അതില്ല. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണെങ്കിൽ അവർക്ക് ഒന്നിച്ച് ആ വിഷയത്തിൽ പ്രാർത്ഥിക്കാം. ഇത് ദയനീയമായിട്ട് ഞാൻ പറയാം. ദിവസക്കൂലിയുള്ള ഒരു ഭാര്യയോട് ഭർത്താവിന് എന്തോ കിട്ടുന്ന ചോദിച്ചാൽ അറിയത്തില്ല, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല. അദ്ദേഹം വരുന്നു പോകുന്നു, എന്തൊക്കെ ചിലകൾ ആ സ്ത്രീക്ക് അറിയത്തില്ല. എങ്ങനെ കുടുംബജീവിതം മുമ്പോട്ട് പോകും. പക്ഷെ അങ്ങനെ ഒരു ശീലത്തിലൂടെ നിങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞെങ്കിൽ വലിയ പാട് അതിലേക്ക് വരാൻ. പക്ഷെ വീണ്ടും ഒരു തുടക്കം, നല്ലൊരു തുടക്കം ഇടാമെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിയും എന്ന് തന്നെയാണ്. നമുക്ക് ഈ ബാധ്യതകളൊക്കെ വന്നത് നമ്മൾ പരസ്പരം ആലോചിക്കാതെ, ചിന്തിക്കാതെ ഒരു തീരുമാനം കൊണ്ട്. അതുകൊണ്ട് അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇനി ഒരു നല്ല തീരുമാനത്തിലേക്ക് വരണം. എന്നോട് ചില കാര്യങ്ങൾ പറയണം, ഞാനും പറയാം. നമുക്ക് ഒന്നിച്ച് ചില തീരുമാനം എടുക്കണം. നമുക്ക് അതിലേക്ക് ഇനിയും വരാൻ കഴിയും. ഒത്തിരി പഴകിയത് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരവ് ചെലവ്. രണ്ടാമത് ഞാനിവിടെ പറഞ്ഞേക്കുന്ന കാര്യം, നമ്മൾ ഒരു ദൈവബന്ധത്തിലാണെങ്കിൽ അതിനെ ദൈവത്തിന് കൊടുക്കുന്ന തലത്തിലേക്ക് ആദ്യം, അവിടെ ഞാൻ കൂടുതൽ അടുത്തൊരു ക്ലാസ്സിൽ അത് വിശദീകരിക്കാം. അത് ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മൾ കർത്താവ്, നീ എനിക്ക് തന്ന നന്മകൾ, ഒരു വിശ്വാസിയാണെങ്കിൽ എനിക്ക് തന്നത് നിൻ്റേതുകൂടാ. അതെല്ലാ ഭക്തന്മാരും ചെയ്യുന്നുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും, മുസ്ലിം ആലയം, ക്രിസ്ത്യൻ ദേവാലയങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ദൈവത്തെ ഓണർ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ദ പാർട്ട് ഓഫ് ഓണറിങ്. നീ എനിക്ക് തന്നത് എൻ്റേതല്ല, നീ എനിക്ക് നൽകിയത്. അതിനെ തരുന്നു. ദൈവത്തിനത് വേണ്ട. ദൈവം എത്ര കൊടുത്താലും മടക്കി തരും. നമുക്കറിയാം, ഒരു പേപ്പർ ഇട്ടാൽ വലിയ പാടാതായിട്ടൊരു ചെറിയ വെയിറ്റ് ഉള്ളത് ഇട്ടാൽ പെട്ടെന്ന് വരും. ദൈവത്തിന് എന്ത് കൊടുത്താലും അത് ദൈവം ആർക്കും കടക്കാരനല്ല, നമ്മളെ അനുഗ്രഹിക്കണം. ഞാനത് പിന്നീട് ആ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കാം. നമ്മുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നാം തിരഞ്ഞെടുക്കണം. പലരും, ഞാൻ ഈ അടുത്തിടെ ഒരാളെ ശ്രദ്ധിച്ച, ഒരു സാധാരണ
കൂലി വേല ചെയ്യുന്ന ഒരു കുടുംബമാണ്. ഒരു ലോണിനൊരു എമൗണ്ട് കിട്ടി 10,000-50,000 രൂപ 1 ലക്ഷം അടുത്തെങ്ങാണ്ട് എന്തോ ഒരു ഇതിലൂടെ കിട്ടി. പെട്ടെന്ന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതെല്ലാം വാങ്ങിയാൽ തീർത്തു. എന്നാൽ അത്യാവശ്യമുള്ള കാര്യം ആ ഭവനത്തിലുണ്ടായിരുന്നു. അത്യാവശ്യമുള്ള കാര്യം ആ ഭവനത്തിലുണ്ടായിരിക്കുകയും അതിനെ മാറ്റിവെച്ച് അവരെ ആവശ്യം അല്ലെ വേണമെങ്കിൽ പറയാം ആവശ്യമില്ലാത്തതിന് അങ്ങനെ ചെയ്യൽ. ഇതിനെ പരിജ്ഞാനത്തോട് കർത്താവ് വിത്തിൻ്റെ ഉപമ പറയുമ്പോൾ അവിടെ പറയുന്നൊരു ഭാഗമുണ്ട്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ധനത്തിൻ്റെ വഞ്ചന എന്നുള്ള ഡിസീറ്റ്ഫുൾനെസ് ഓഫ് ദ റിച്ചസ് എന്ന് എഴുതിയിട്ടുണ്ട്. ധനത്തിൻ്റെ വഞ്ചനകളുണ്ട്. ഈ ചെറിയ സന്ദേശത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒന്നിച്ച് കൈകാര്യം ചെയ്യുക, ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം. കടമുണ്ടെങ്കിൽ വീട്ടാനുള്ള ശ്രമം വേണം. ചിലരുണ്ട് ഒത്തിരി കടങ്ങളുള്ളപ്പോഴും പുതിയ പുതിയ മേടിച്ച് കൂട്ടും. അങ്ങനല്ല, അത് നാം വിശ്വസ്തരായിരിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു ബാധ നിൽക്കുമ്പോൾ ദൈവം എനിക്ക് തരുന്ന നന്മകൾ കടം വീട്ടാനാണ് ദൈവനോട് ആദ്യം പറയും. അപ്പോൾ ആ കടം വീട്ടാനായിട്ടുള്ള ശ്രമം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നു. നാം അതിൻ്റെ യജമാനന്മാരായിരിക്കണം. ഉത്തരവാദിത്വത്തോടെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കടങ്ങളില്ലാതെ മുമ്പോട്ട് പോകും. ഒത്തിരി തുക കിട്ടുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഒരു 100 രൂപ തന്നാൽ അതെങ്ങനെ കൈകാര്യം നിങ്ങൾ പഠിക്കണം. 1000 രൂപ നിങ്ങളുടെ കിട്ടിയാൽ എങ്ങനെ 10,000 രൂപ കിട്ടിയാൽ ഇവിടെ ഒരു സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു അറിവുള്ള ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞിങ്ങനെയാണ്, ചിലരുടെ കയ്യിൽ കടമാന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ കൊടുക്കുക, അവർ പിറ്റേ ദിവസം അത് തീർത്ത് തരും. അവർ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ലോട്ടറി പോലും പെട്ടെന്ന് അടിക്കുമ്പോൾ അവർ കൺഫ്യൂഷൻ വരുന്നത് അങ്ങനെയാണ്. കുറേ കഴിയുമ്പോൾ ഒരു ദരിദ്രനായി തരികയാണ്. എങ്ങനെയൊക്കെയോ ആർക്കോ കൊടുത്തു, അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു. അപ്പോൾ ഏത് കാര്യങ്ങളും എനിക്ക് ചുരുക്കം ചെറിയ സന്ദേശം എനിക്ക് പറയാനുള്ളത്, ഒരു അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ വേണം. വരവ് ചെലവുകളെക്കുറിച്ച് ഞാൻ പിശുക്കല്ല പറഞ്ഞു. ധാരാളം നമുക്ക് ആവശ്യം അനുസരിച്ച് തന്നെ ചിലവാക്കണം. നല്ല വസ്ത്രം വേണം, നല്ല ആഹാരം വേണം. പക്ഷെ വേറൊരാൾ ചെയ്യുന്ന കണ്ടോണ്ട് അവിടെ ഒരാളൊരു വാഹനം വാങ്ങി, എനിക്കൊരു നല്ലതാണ്. വാഹനം എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ഏറ്റവും കൂടുതലുള്ള കംഫോർട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് ആവശ്യമാണ്, അത്യാവശ്യത്തിൽപ്പെടുന്നതാണ് ഒരു വാഹനം. അപ്പോൾ ആ വാഹനം എൻ്റെ ബഡ്ജറ്റിൽ എനിക്ക് എങ്ങനെ അത് വാങ്ങാൻ കഴിയും? എനിക്കൊരു വീട് വേണം. മറ്റിടത്ത് വലിയൊരു വീട് ശരിയാണ്. എനിക്കൊരു ഭവനം വേണം. ഭവനം എന്തിനാണ്? അത്യാവശ്യം, ആരും കുറ്റം പറയാതെ അത്യാവശ്യം ആവശ്യം. ആ ഭവനം വേണം. അതിന് നിങ്ങളുടെ ബഡ്ജറ്റുമായിട്ട് കണക്കാക്കി അതിനപ്പുറത്തേക്കാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതാ വചനം പറയുന്നത്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവം പ്രവർത്തിക്കും വിശ്വാസത്തോട്. നാളൊരാൾ ദൈവം പറഞ്ഞു, 3 ലക്ഷം രൂപ കയ്യിലുള്ളവൻ വീട് പണിയും. അവൻ ചിലപ്പം കുറച്ച് കടം കൂടെ അവന് വരും. ചിലപ്പോൾ ഒന്നും കയ്യിലില്ലാത്തവൻ വീട് പണിയും. അവന് ബാധ്യതയിൽ ദൈവം നടത്തുന്നു പറഞ്ഞാൽ അതൊക്കെ വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പാണ്. എന്നാൽ പോലും കർത്താവ് പറയുന്നുണ്ട്, ഗോപുരം പണിയതിനു മുമ്പ് അത് ചിന്തിക്കണം. ചില കാര്യങ്ങൾ ചിന്തിക്കുകയും ദൈവശബ്ദം കേൾക്കുകയും ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് നാം പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ചെറിയ സന്ദേശം ഞാനിവിടെ കൺക്ലൂഡിയാണ്. പണം കൈകാര്യം ചെയ്യുന്ന അച്ചടക്കവും പ്രാർത്ഥനയും എങ്ങനെ ഉപയോഗിക്കണം, പരസ്പര ധാരണയോടെ. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരോടും തുറന്ന് സംസാരിച്ച്, ബാധ്യതകളുണ്ടെങ്കിൽ തുറന്ന് സംസാരിച്ച് അവരോട് ഷെയർ ചെയ്ത് എങ്ങനെ ഇത് സോൾവ് ചെയ്യുക, എല്ലാവരും കൂടെ പാട്ടാകുമ്പോൾ ആ ഒരു അടുക്കൻ ചിട്ടോടെ പോകുമ്പോൾ ദൈവം അതിനെ അനുഗ്രഹിക്കാൻ തുടങ്ങും. നിങ്ങൾക്കൊരു ബാക്കി ലഭിക്കും. നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.